വിശദമായി നോക്കുമ്പോൾ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ഖബറടക്കം ജൂലൈ 9 നടക്കും. ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4 ആരംഭിക്കുക. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം 105 ദിവസങ്ങൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്ന വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. വി ആർ കാർത്തിക് ഉണ്ട്. കാർത്തിക്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. സമാധാന കരാർ ഒപ്പിടും എന്ന പ്രതീക്ഷ വരുന്നതിന് തൊട്ട് മുമ്പ് കൂടിയാണ് ഈ തീയതി പ്രഖ്യാപിക്കുക. എന്തൊക്കെയാണ് ഈ നീക്കം? ഇറാനും അമേരിക്കയും തമ്മിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ സമാധാന കരാർ ഒപ്പിടും എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് സുപ്രധാനമായ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഫെബ്രുവരി 28 ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ഇന്ന് 106 ദിവസം പിന്നിടുന്നു. മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് അറിയിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അനന്തമായി നീളുകയായിരുന്നു. അതിന് കാരണം യുദ്ധം തന്നെയാണ്. യുദ്ധത്തിനിടയ്ക്ക് ഇത്തരത്തിൽ വലിയ തോതിൽ ജനപങ്കാളിത്തമുള്ള ഒരു സംസ്കാര ചടങ്ങ് നടത്തിയാൽ അതിന് നേരെ ആക്രമണം ഉണ്ടാകും എന്ന അഭ്യൂഹങ്ങളടക്കം ശക്തമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഇത്രയും വൈകാൻ കാരണം. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 132 ദിവസം, അതായത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട 132 ദിവസമാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാൻ, അതോടൊപ്പം തന്നെ മതപഠനങ്ങൾക്ക് കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഖോം നഗരം, വിശുദ്ധ നഗരമായ മഷ്ഹദ്, ഈ 3 നഗരങ്ങളിൽ വിലാപയാത്രയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ കൃതികൾ സംരക്ഷിക്കുന്നതിനും അവ പ്രസിദ്ധീകരിക്കുന്നതിനും ഒരു ഓഫീസിനെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓഫീസാണ് ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിവരങ്ങൾ അല്പം മുൻപ് പുറത്തുവിട്ടത്. അവരുടെ ഷെഡ്യൂൾ പ്രകാരം ജൂൺ 4 ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ജൂൺ 9 അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. ജൂലൈ 4 ടെഹ്റാനിലെ ഇമാം ഖൊമൈനി മൊസല്ലയിൽ വിടവാങ്ങൽ ചടങ്ങുകൾ തുടങ്ങും. ഈ ചടങ്ങ് 24 മണിക്കൂർ നീണ്ടു നിൽക്കും. ജൂലൈ 5 ഈ ചടങ്ങ് തുടരുക തന്നെ ചെയ്യും. മുഹറം 19, 20 തീയതികളിലാണ് ഇത്തരത്തിൽ ചടങ്ങ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ടെഹ്റാനിൽ നിന്ന് ജൂലൈ 7 പുണ്യനഗരമായ ഖോമിലേക്ക് വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. ഖോമിലാണ് അദ്ദേഹം മതപഠനം പൂർത്തിയാക്കിയത്. മാത്രമല്ല, നിരവധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം അദ്ദേഹം ചെലവഴിച്ച സ്ഥലം കൂടിയാണ് ഖോം നഗരം. അതോടൊപ്പം തന്നെ ജൂലൈ 7 ഈ ഖോമിലെ വിലാപയാത്രയ്ക്ക് ശേഷം ജൂലൈ 9 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് മഷ്ഹദിൽ, അത് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. അവിടെ പുണ്യനഗരമായി ഇറാൻ കണക്കാക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെ ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ ഇമാം റസ ദേവാലയത്തിലാണ് ജൂലൈ 9 വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇമാം റസയുടെ സമീപത്ത് തന്നെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം വേണം എന്നത് അയത്തുള്ള അലി ഖമനേയിയുടെ ഒരു അഭിലാഷമായിരുന്നു. ആ ആഗ്രഹപ്രകാരം തന്നെയാണ് അവിടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇമാം സജാദ് രക്തസാക്ഷി ദിനം കൂടിയാണ് ജൂലൈ 9. അദ്ദേഹം ഏറ്റവും സ്നേഹിച്ചിരുന്ന ആ നേതാവിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൻ്റെ സായാഹ്നത്തിലാണ് സംസ്കാര ചടങ്ങുകൾ എന്നതും പ്രത്യേകതയാണ്. എന്തായാലും വടക്ക് കിഴക്കൻ ഇറാനിലെ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. അയത്തുള്ള അലി ഖമനേയിയുടെ ജന്മനഗരം കൂടിയാണ് ഇവിടം. 37 വർഷക്കാലം ഇറാനെ ഭരിച്ച അവരുടെ പരമോന്നത നേതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ വിമോചന സമര നായകൻ്റെ സംസ്കാര ചടങ്ങുകൾ അത് വലിയ തോതിൽ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ അറിയിപ്പിൽ ഓരോ വ്യക്തിയും അവരവരുടെ സുരക്ഷിതത്വം ശ്രദ്ധിക്കണം എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. അയത്തുള്ള അലി ഖമനേയി അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രസിദ്ധീകരിക്കാനും ചുമതലപ്പെടുത്തിയ ഈ ഓഫീസ്. എന്തായാലും വലിയ ഒരു വിടവാങ്ങലിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ. അവരുടെ പ്രിയ നേതാവിനെ യാത്രയാക്കാൻ ജൂലൈ 4 ആരംഭിച്ച് ജൂലൈ 9 അവസാനിക്കുന്ന തരത്തിലാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. സമാധാന കരാറിലേക്ക് അമേരിക്കയും ഇറാനും എത്തുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് 106 ദിവസങ്ങൾക്ക് ശേഷം ഇത്തരമൊരു പ്രഖ്യാപനം. ഫെബ്രുവരി 28
അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി സെൻട്രൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ആ ആക്രമണത്തിന് ശേഷം പല ഘട്ടങ്ങളിലായി സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് അനന്തമായി നീളുകയായിരുന്നു. ഈ യുദ്ധം തീരുന്ന മുറയ്ക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നായിരുന്നു പിന്നീടുള്ള അറിയിപ്പ്. എന്തായാലും മുഹറം മാസം 19, 20 എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് വന്നിരിക്കുന്നു. ജൂലൈ 4-ന് ആരംഭിക്കുന്ന ചടങ്ങുകൾ ജൂലൈ 9-ന് അവസാനിക്കും. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷ പ്രകാരം അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നതും. സജിത്ത്, കാർത്തിക്, സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിലടക്കം അയൽ രാജ്യങ്ങളും അല്ലെങ്കിൽ സൗഹൃദ രാഷ്ട്ര തലവന്മാരൊക്കെ പങ്കെടുക്കുന്നതാണ്. സ്വാഭാവികമായും ഇവിടെ അങ്ങനെ പ്രതീക്ഷിക്കണമോ? അത്തരമൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ക്ഷണം അയൽ രാജ്യങ്ങൾക്കുണ്ടാകുമോ? സമാധാനത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്ന ആർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാം എന്നാണ് ഈ അറിയിപ്പിനൊപ്പം പറഞ്ഞിരിക്കുന്നത്. അതായത് വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെയും ഈ ചടങ്ങിന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഒരു ഘട്ടത്തിൽ ഇറാൻ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് 1 കോടിയിലധികം പേർ പങ്കെടുക്കുന്ന ഒരു വിലാപയാത്രയായിരിക്കും ഉണ്ടാവുക എന്നാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ, വാർത്താക്കുറിപ്പിൽ അത്തരം കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ലക്ഷക്കണക്കിന് പേർ അവരുടെ വിമോചന സമര നായകനെ അവസാന യാത്രയാക്കാൻ എത്തും എന്നത് ഉറപ്പാണ്. കാരണം അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ടായിരുന്നു. 37 വർഷം ഇറാനെ ഭരിച്ച നേതാവാണ്. അവരുടെ പരമോന്നത നേതാവായിരുന്നു. അവിടുത്തെ അവസാന വാക്ക് അദ്ദേഹമായിരുന്നു. മാത്രമല്ല അവിടുത്തെ ഇറാൻ്റെ ജനത അവർ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. വലിയൊരു വിഭാഗം ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് പേരുടെ പങ്കാളിത്തം ഉണ്ടാകും എന്ന് ഉറപ്പിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റിലും അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. കാരണം എന്തൊക്കെ ക്രമീകരണങ്ങൾ എന്നത് വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പുകൾ പിന്നീട് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ, ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർ, അതോടൊപ്പം തന്നെ ലോകത്തിന് നന്മ ആഗ്രഹിക്കുന്നവർ, അവർക്കെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാം എന്നതാണ് അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നത് ഒരു പ്രത്യേകതയാണ്. അത് കേവലം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്ന ഒരു ചടങ്ങ് കൂടിയായി അത് മാറുകയും ചെയ്യും. സജിത്ത്, ഒരു കാര്യം കൂടി കാർത്തിക്, എന്തായാലും ഈ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി സമാധാന കരാർ ഉടൻ നിലവിൽ വരുമെന്ന് ഉറപ്പാണല്ലോ. നേരത്തെ പല ധാരണകളുണ്ടെന്ന് പറയുമ്പോഴും ഇറാൻ തന്നെ അത് നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ തീയതി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഏറ്റവും ഒടുവിൽ ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സമാധാന കരാറിനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും ഒപ്പം ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഒരുപക്ഷെ ഇതിൽ ഒപ്പിടും എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും സമാധാന കരാറിലെ ധാരണാപത്രങ്ങളിലെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇരു ഭാഗങ്ങളും അന്തിമ ധാരണയിലെത്തിയിരിക്കുന്നു. അതിൽ ആദ്യഘട്ടം 60 ദിവസത്തെ വെടിനിർത്തലാണ്. ആ വെടിനിർത്തൽ കാലയളവിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കില്ല, സൈനിക നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കും, ഹോർമൂസ് പൂർണ്ണമായും തുറക്കുകയും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കപ്പൽ ഉപരോധം നീക്കുകയും ചെയ്യും. തുടർന്നാണ് ചർച്ചകൾ. അത് പല തലങ്ങളിലാണ്, പല ഘട്ടങ്ങളിലാണ്, പല വിഷയങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനം ഹോർമൂസുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയന്ത്രണാധികാരം സംബന്ധിച്ച ചർച്ചകൾ നടക്കും. ഇതുവരെയും ഹോർമൂസിൻ്റെ പരമാധികാരം വിട്ടു നൽകും എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. അതിന് സാധിക്കില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ പല കാലയളവിൽ വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലൂടെയുള്ള സമുദ്രപാതയിലെ മാനേജ്മെൻറ്റ് അത് ഏത് തരത്തിൽ ക്രമീകരിക്കും, അതിന് ഒമാനുമായി ചേർന്ന് ഏത് തരത്തിലുള്ള സംവിധാനമാവും ഉണ്ടാക്കുക എന്നത് ശ്രദ്ധേയമാണ്. രണ്ടാമത് ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം അത് ദീർഘകാലമായി ഇറാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇറാനെ എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല യുദ്ധത്തിന് ശേഷം പുനഃക്രമീകരണത്തിനും അതോടൊപ്പം തന്നെ പുനർനിർമ്മാണത്തിനുമൊക്കെ വലിയ തോതിലുള്ള സാമ്പത്തികം ഇറാന് ആവശ്യമായി വരികയും ചെയ്യും. $24 മില്യൺ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന് നൽകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം ഇന്ത്യൻ മണിയിൽ അത് 2 ലക്ഷം കോടിയിലധികം വരും. തുടർന്ന് ഘട്ടം ഘട്ടമായി ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ അത് നീക്കും എന്നതാണ് അടുത്ത ഘട്ട ചർച്ചകളിൽ ഉണ്ടാവുക. മറ്റൊന്ന് ആണവ ആയുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന ഉറപ്പ്
നൽകുന്നു. പക്ഷേ അപ്പോഴും ഈ യുദ്ധം ആരംഭിക്കുന്നതിന് ആധാരമായ കാരണം 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ കൈവശം ഉണ്ട് എന്നതാണ്. അത് എവിടേക്ക് കൊണ്ടുപോകും, അതെങ്ങനെ കൈമാറ്റം ചെയ്യും, ഏത് രാജ്യത്തേക്ക് കൊണ്ടുപോകും, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അവ്യക്തത നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ആണവ വിഷയങ്ങളിൽ ചർച്ചയില്ല എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒപ്പം ആണവ ആയുധം നിർമ്മിക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഇസ്രയേൽ നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 60 ദിവസത്തെ ചർച്ചകളിൽ ആ വിഷയവും ഉണ്ടാകും. എന്നാൽ ഇറാൻ്റെ മിസൈൽ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതായത് നേരത്തെ ഇറാൻ്റെ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയുടെ പ്രതികരണം അത് വളരെ നിർണായകമാണ്. സമാധാന കരാറിൻ്റെ വിശദാംശങ്ങൾ ചിലത് അദ്ദേഹം പറയുന്നതിനൊപ്പം തന്നെ ഈ സമാധാന കരാറിൻ്റെ ശത്രു ഇസ്രയേലാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് ഈ സമാധാന കരാർ അത് നടപ്പാക്കുന്നതിൽ ഇസ്രയേലിന് താല്പര്യമില്ല എന്ന തരത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഈ സമാധാന കരാറിൻ്റെ ശത്രു ഇസ്രയേലാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. സജിത്ത്.